സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ നിരവധിയായ സ്ഥാനാർത്ഥികൾ നമ്മളോടൊപ്പം അവരുടെ ആശയങ്ങളൊക്കെ പങ്കിട്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. പുതിയ ഡിവിഷനുകൾ ധാരാളം ആരംഭിച്ചു. പ്രത്യേകിച്ച് 8 ഡിവിഷനിൽ ഇതിൻ്റെ 9ാം ഡിവിഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ പ്രിയ ഒരു സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നിൽക്കുന്നത്. പുതുമുഖമാണ്, ആദ്യമായിട്ടാണ് മത്സരരംഗത്തിലെ. പേരടക്കം പറഞ്ഞോളൂ. എൻ്റെ പേര് ഷക്കീല അമീർ. എൻ്റെ വീട് ഇവിടെ മുത്തുളിയാലാണ്. ഈ 2 വീടപ്പുറം എൻ്റെ വീട്. 8 ഡിവിഷനിൽ 4 പഞ്ചായത്ത് ഉണ്ട്, 4 വാർഡുകളുണ്ട്. 4 വാർഡ് 12, 13, 16, 17, 18 എന്നീ വാർഡുകളാണ്. ആദ്യത്തെ ഒരു ഇതാണ് ഈ ഒരു ഡിവിഷൻ തിരിച്ചപ്പോൾ ആദ്യം നടക്കുന്നതാണ്. അതെ, ആദ്യം നടക്കുന്നതാണ്. എങ്ങനെയാണ് ആത്മവിശ്വാസം എത്രത്തോളം? നല്ല ആത്മവിശ്വാസം ഉണ്ട്, ജയിക്കും. എന്ത് ചെയ്തോണ്ടിരുന്നേ? ഞാൻ തയ്യൽ തൊഴിലാളിയാണ്. എൻ്റെ ഹസ്ബൻഡ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. ഉണ്ട്, ഒരുപാടുണ്ട്. ഞാൻ ടൈലറിംഗ് അസോസിയേഷനിൽ ചേർപ്പ് ഏരിയ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ മഹിളാ അസോസിയേഷനിൽ ചേർപ്പിൻ്റെ വില്ലേജ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ പ്രസിഡന്റാണ്. നമുക്കറിയാം, നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. ഈ 8 സംബന്ധിച്ച് നമുക്കറിയാൻ പറ്റും, ഈ കൂടുതലായിട്ട് മഴക്കാലങ്ങളിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളടക്കം വലിയ പ്രാധാന്യം, വാർത്താ പ്രാധാന്യവും ദുരിതങ്ങൾ അനുഭവിക്കുന്ന പ്രദേശമാണ്. ഏറ്റെടുക്കുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. എങ്ങനെ നോക്കി കാണുന്നു? നമുക്കറിയാം, നമ്മൾ ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ 17ാം വാർഡ്, 18ാം വാർഡ്, അതുപോലെ തന്നെ അപ്പുറത്ത് 16ാം വാർഡ്, അങ്ങനെ കുറച്ച് വാർഡുകളുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ മഴവെള്ളം നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാന്നുള്ള ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ഇറങ്ങി. ഡിവിഷൻ തിരിക്കുന്നതിന് മുമ്പ് സിറ്റിംഗ് സീറ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിന്റെ പ്രസിഡന്റിന്റെ വാർഡായിരുന്നു. അതെ, പ്രസിഡന്റ് രാധാകൃഷ്ണ മാഷിന്റെ വാർഡായിരുന്നു. അതെ, ആയിരുന്നു. അത് ഒരു ആത്മവിശ്വാസം തരുന്നുണ്ടോ? നല്ല, തീർച്ചയായിട്ടും നല്ലൊരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ട്. ഇതുവരെ പോയാലുണ്ട്. നല്ല അണികളെ സംബന്ധിച്ച് ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നത് വലിയൊരു കടമ്പയാണ്. അതായത് പുതിയൊരാളുകൾക്ക് ഒരു ആദ്യത്തെ ഒരു ഡിവിഷൻ തിരിച്ച ശേഷം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ? എങ്ങനെ? ഇവിടെ തീർച്ചയായിട്ടും നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. കുഴപ്പമില്ലാണ്ടൊക്കെ ഇപ്പോൾ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ഇവിടെ ഞങ്ങൾ ജയിക്കുന്നു. അതേപോലെ തന്നെയാണ്, നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മൾ രാധാകൃഷ്ണ മാഷ് ജയിച്ച അതേ നിലവാരത്തിൽ തന്നെ നമ്മൾ ഈ വാർഡും നല്ല രീതിയിൽ ജയിക്കുന്നുള്ള 100% ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മളെല്ലാ പ്രവർത്തകരെല്ലാവരും. എങ്ങനെയാണ് ഈ പ്രചരണം? ഇപ്പം രാവിലെ തന്നെ തുടങ്ങുമോ? രാവിലെ തന്നെ തുടങ്ങും. രാവിലെ 8 മണിക്ക് ഇറങ്ങും. പിന്നെ അതിൻ്റെ ഇടയിൽ വീട്ടിലൊന്ന് വരും. പിന്നെ ചിലപ്പോൾ 9 മണിക്ക് ആവും കയറി വരുമ്പോൾ. അതുവരെ ഇങ്ങനെ ഒരു കാര്യം പാർട്ടി ഏൽപ്പിച്ചപ്പോൾ എന്താണ് മനസ്സിൽ തോന്നി? ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം, വലിയൊരു ഉത്തരവാദിത്തമല്ലേ? ആദ്യമായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല എന്നായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ തന്നു. അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് നല്ലൊരു ആത്മവിശ്വാസം, എന്തായാലും ജയിച്ചു പോരും. എന്തായാലും പുതിയ ആളുകളൊക്കെ മത്സര രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതാ ഉമ്മയൊക്കെ കാത്തിരിക്കുകയാണ് കേട്ടോ. സ്ഥാനാർത്ഥി വന്നിരിക്കുകയാണ്. എപ്പോഴും കാണുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളുകളുടെ എല്ലാം സുപരിചിതമായ മുഖമാണ്. നമ്മളെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇതൊക്കെ. എങ്ങനെ സ്ഥാനാർത്ഥി ആയപ്പോ എങ്ങനെ സന്തോഷമായോ? സന്തോഷമുണ്ട്. കൂടെ ഉണ്ടാവൂലേ? കൂടെ ഉണ്ടാവും.
എന്തായാലും സ്ഥാനാർത്ഥിക്കൊപ്പം നിരവധി ആളുകളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളും സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയാനുള്ള കാര്യങ്ങളും അവരുടെ വിശേഷങ്ങളൊക്കെ ഒപ്പിയെടുക്കുകയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി.